ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. നമ്മളൊരു ആഘോഷത്തിലാണ്. അതൊക്കെ കാണുമ്പോൾ അറിയാം പച്ചക്കറി കരിയും എന്താണ് പരിപാടി എന്ന്, അല്ലെ? വിഷുവാണ്. പക്ഷെ പ്രവാസിയെ സംബന്ധിച്ചോളാം അവർക്ക് ഞായറാഴ്ചയാണ് ആഘോഷം, അല്ലെ? തീർച്ചയായിട്ടും ഞായറാഴ്ച എല്ലാ ആഘോഷവും, ഓണായാലും ശരി, വിഷു ആയാലും എന്തൊക്കെയാലും അതിനു മുമ്പുള്ള ആഘോഷമൊക്കെ തുടങ്ങി കഴിഞ്ഞു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷു ആശംസകൾ. അപ്പൊ നമ്മൾ എന്തൊക്കെയാലും 2 ദിവസം മുമ്പേ ആഘോഷമൊക്കെ തുടങ്ങി. ചേട്ടൻ എത്ര വർഷമായി ബോംബെ വന്നിട്ട്? 18 വയസ്സ്. എന്റെ 18 വയസ്സ്. ഓ, അത് ശരി. അപ്പൊ ചേട്ടൻ അന്ന് ഇവിടെ ജോലി തേടി വന്നാണോ? അങ്ങനെയാണ് നമ്മള് ആളുണ്ടായിരുന്നു, ചെറിയച്ഛനുണ്ടായിരുന്നു, ഗാരേജ് ഉണ്ടായിരുന്നു. ഓക്കെ. അവിടെ അങ്ങനെ വന്ന് അങ്ങനെ യാത്ര ചെയ്ത് ഇന്നിപ്പം പിന്നെ ഇങ്ങനെ രണ്ടാം ജനറേഷൻ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി സ്വന്തമായിട്ട്. ഏത് ബാക്കിയൊക്കെ ഞാൻ സ്വന്തമായിട്ടുണ്ടായി. അങ്ങനെയാണ് കൈരളി എഞ്ചിനീയറിംഗ് ഉണ്ടായത്, അല്ലേ? രണ്ടാം ജനറേഷനിലെത്തി, അല്ലേ? ഇത് ഒറിജിനൽ ആണോ? ഇത് പ്രശ്നമാണല്ലോ ഇത് ടി വി കണ്ടു കഴിഞ്ഞാൽ. മോനെ ഒറിജിനലാണോ? പുലിനകമൊക്കെയാണ്. പക്ഷെ എനിക്ക് ചേട്ടനോട് ഇഷ്ടം പറഞ്ഞാൽ ചേട്ടൻ ഈ പാട്ട് പാടും നന്നായിട്ട്. ഒരു 2 വരി ഒന്ന് പാടാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ചേച്ചി എത്ര വർഷം മുമ്പാണ് ഈ പാട്ട് കേട്ടത്? കല്യാണത്തിന് കേട്ടിട്ടുണ്ട്, പക്ഷെ വന്നാല് കല്യാണം കഴിഞ്ഞ എപ്പോഴും കേൾക്കുമായിരുന്നു. എന്നാലും അതിന്റെ 2 വരി ഇപ്പൊ ചേച്ചിക്ക് പക്ഷെ അതിന്റെ വരികളൊക്കെ കാണാപ്പാടമായിരിക്കും, അല്ലെ? ചേച്ചിയെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല, ചേട്ടൻ പാടത്തേ ഉള്ളൂ. പക്ഷെ മോള് പാടുമെന്ന് തോന്നുന്നു. നമുക്ക് മോളെ കൊണ്ട് 2 വരി. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അല്ലെ? നന്നായിട്ട് ആലോചിച്ചല്ലേ? അപ്പൊ നമുക്ക് മറ്റൊരാളോട് ചോദിക്കാതിരിക്കും ശരിയല്ലല്ലോ. ഒരു എന്റർടൈൻ ഫീൽഡിലേക്കൊക്കെ പതിവായിട്ടൊന്ന് കാല് വെച്ചിട്ടുണ്ട്. അതെ, പാടില്ല. അതെ, കലാവാസന ഉണ്ട്. അതെ, അങ്ങനെയാണ് എന്റർടൈൻ. എന്താണ് ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നത്? ഇപ്പൊ പുതിയതായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിന്റെ ഫസ്റ്റ് പ്രൊജക്ട് ഇപ്പൊ പ്രീ പ്രൊഡക്ഷനിലാണ്. ഓക്കെ. ഇനി മോസ്റ്റ്ലി ഈ വർഷം മിഡില് നമ്മള് പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി തുടങ്ങാൻ പോവാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാലും എല്ലാരും അറിയപ്പെടുന്ന വലിയൊരു പ്രൊഡ്യൂസറാണ്, ആയി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഓക്കെ. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? നമ്മളിപ്പം സദ്യയുടെ കാര്യത്തിലാണ് വന്നു. കുക്കിംഗ് ആണോ ഇഷ്ടം? കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് ഇന്നെന്താണ് സ്പെഷ്യൽ ആണ് ചെയ്തിരിക്കുന്നത്? ഒരു വെറൈറ്റി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച എന്തെങ്കിലും ഉണ്ടോ? പണ്ട് ജഗതി പറഞ്ഞ പോലെ സ്വന്തമായിട്ട് നോൺ വെജിലേക്കാണ് കൂടുതൽ നോൺ വെജിലേക്കാണ്. പക്ഷെ നോൺ വെജ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, അടുത്ത പ്രാവശ്യം നമ്മളെ വിളിക്കണം ചേച്ചി, നോൺ വെജ് എന്നവൻ. അങ്ങനെ ആയിക്കോട്ടെ. ആ നോൺ വെജിൽ എന്താണ് ഐറ്റം? ഇവിടെ ക്രാബിന്റെ ഞണ്ടിന്റെ ഒരു നല്ലൊരു മസാല ആക്കാറുണ്ട്. വെറൈറ്റി ഉണ്ട്. പിന്നെ പ്രോൺസിന്റെ ബിരിയാണി നന്നായിരിക്കും. കാരണം ഇവിടെ ചിരി കാണുമ്പോ അറിയാം കൂടുതൽ ഇഷ്ടം നോൺ വെജിലേക്കാണ്. അപ്പൊ വിഷു ആയതുകൊണ്ട് എന്തൊക്കെയാലും ഇപ്പൊ വെജിലേക്ക് നമ്മൾ ഒതുങ്ങിന്നുള്ള. ഓക്കെ. അപ്പൊ എന്തൊക്കെയാലും നമുക്ക് ഇവിടെ 2 പാട്ടുകാർ വന്നിട്ടുണ്ട്. ചേട്ടന്റെ സുഹൃത്തുക്കളുടെ മക്കളാണ് 2 പേരും, അല്ലെ? നമുക്ക് അവിടെ കൊടുത്തല്ലോ. ദേവികയെ പൊതുവെ എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ്, അല്ലെ? അശ്വിനെ. ദേവിക ഏത് പാട്ടാണ്? ഞാൻ അച്ഛൻ എഴുതി. അതെ. ആരാണ് ട്യൂൺ ചെയ്തത്? അച്ഛൻ എഴുതി, അച്ഛൻ തന്നെ കമ്പോസ് ചെയ്ത ഒരു വിഷുപാട്ട് തന്നെയാണ്. മകള് പാടാൻ പോവാ. അതെ, കേക്കാലോ. കാത്തിരുന്നു കണ്ണ എന്നാണ്. കണ്ണനെ കുറിച്ചാണ്, അല്ലേ? ഓക്കെ. കാത്തിരുന്നു കണ്ണ നിന്നെ കാണാൻ, കൊന്നപ്പൂക്കണിയൊരുക്കി കാത്തിരുന്നു. സിനിമയിൽ എന്തോ പാടിയിട്ടേക്കുന്നു? ഞാൻ സിനിമയിൽ പാടിയിരുന്നു ഒരു വർഷം മുന്നേ. നോട്ട് ടു സേ ഡ്രഗ്സ് പറഞ്ഞിട്ട്. ഏത് ഗാനമാണ് ആരംഭിക്കുന്നത്? പവിത്ര മൂവിയുടെ ശ്രീരാഗമോ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ
എന്തായിരുന്നു ചേട്ടാ നാട്ടിലെ ഒരു വിഷു ആഘോഷവും ഇവിടുത്തെ ഒരു ആഘോഷവും തമ്മിലുള്ള ഒരു വിഷു ആഘോഷം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ ആഘോഷിക്കാനൊക്കെ. കാരണം അന്ന് ചെറിയ സ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. കുഴപ്പമില്ല. അന്ന് ബാച്ചിലായിരുന്നപ്പോ ഇവിടെ ആഘോഷിക്കായിരുന്നു. ഇവിടെ ആഘോഷിക്കായിരുന്നു. അതെ. എന്നുവെച്ചാൽ ഇവിടെ ഒരു 25 വയസ്സെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നല്ല വിഷുവിനും മറ്റുള്ള. അല്ല, അപ്പം നമുക്ക് നാട്ടിൽ ആഘോഷം കുറവായിരുന്നെങ്കിലും പക്ഷെ വിഷുവിന് എപ്പോഴെങ്കിലൊക്കെ നാട്ടിലോട്ട് പോകുമായിരുന്നല്ലോ. നാട്ടിൽ പോകാറുണ്ട്. വീട്ടുകാരുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട്. ഇവിടെ കൂടുതലും സമാജങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന് അങ്ങനെയൊക്കെയാണ് ആഘോഷിക്കും അല്ലെ? ഇവിടെ വന്നപ്പോൾ സമാജങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം വന്നു. അങ്ങനെയാണ്, അവിടെയാണ് കൂടുതലും ആഘോഷിക്കുക. ഇപ്പൊ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞപ്പോ അല്ലെ എന്തായിരുന്നു മോടെ ഒരു ആഘോഷന്റെ ആ ഒരു? മോസ്റ്റ്ലി നമ്മള് സ്കൂൾ ടൈം ആകുമ്പോ ഇവിടെ തന്നെയായിരുന്നു കൂടുതലും. വിഷുവിന്റെ ആഘോഷം പറ്റൂല. അപ്പോ അമ്മ എല്ലാം ലൈക്ക് നാട്ടിലുള്ള അതേപോലെ തന്നെ ഇവിടെയും എല്ലാം ആഘോഷിക്കും, കണി കാണിക്കുക എല്ലാം ട്രഡീഷണലി എങ്ങനെ നാട്ടിൽ ആഘോഷിക്കുന്നു. അത് പടക്കം മാത്രമേ ഉണ്ടാവാറില്ല, ബാക്കിയെല്ലാം. ഇപ്പൊ താമസം പൂനെയിലാണല്ലോ, ഇവിടെ അല്ല. അപ്പൊ അന്ന് അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കണി കാണിക്കുന്നു. ഇപ്പൊ എങ്ങനെയാണ് കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ആക്ച്വലി മോസ്റ്റ്ലി നമ്മള് അവിടെ ആയതിനു ശേഷം ഒന്നിക്കൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ ഇവിടെ വരും അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ആഘോഷിക്കാറില്ല. ബട്ട് കൊറോണ ഒരു ടൈം നമ്മള് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, കാരണം എല്ലാവരും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ദീപക്കിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് താല്പര്യമുണ്ട്. ഓണം, വിഷു അങ്ങനെയുള്ള ആ ഒരു ആഘോഷങ്ങളോടൊക്കെ വീട്ടിലുണ്ടാവണം, അന്ന് ലീവ് എടുക്കണം, എല്ലാവരോടും ഒന്ന് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്നാലും നിങ്ങൾ ഒരു അജൻസി എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ചിന്താഗതി എന്നൊക്കെ ഇങ്ങനെ മാറി വരുന്നൊരു സമയമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചു. അല്ലല്ല, ഞാനിപ്പോഴും ഞങ്ങള് മില്ലേനിയമാണ്. എന്നാലും അജൻസിയുടെ ചിന്താഗതി ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒക്കെ? തീരെയില്ല, ഒട്ടുമില്ല. മില്യനത്തിലാണ്. അതെ, ഫാദറുടെ അതേ ഫുഡ് സ്റ്റെപ്സിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ കമ്പനി ചെയ്യുന്നത് ആക്ച്വലി? ഞങ്ങളുടെ സ്റ്റീൽ പ്ലാന്റ് എക്യുപ്മെന്റ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺ ഉണ്ട്, സ്റ്റീൽ പ്ലാന്റ് എക്യുപ്മെന്റ്സ് എറക്ഷൻ ആൻഡ് കമ്മീഷനിങ്ങും ചെയ്യുന്നുണ്ട് ഞങ്ങൾ. എത്ര പ്ലാന്റ് ചെയ്തിട്ടുണ്ടാവും? ഓൾമോസ്റ്റ് 500+ പ്ലാൻസ് ഇതുവരെ ഞങ്ങൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ എന്റർടൈൻമെന്റും ഇതും കൂടെ എങ്ങനെ ചേർന്ന് പോകുന്നു? ഇതൊരു പാഷനാണ്. ഇപ്പോൾ ചെയ്യുന്നത് ഒരു പാഷനാണ്. ബിസിനസ്സിലേക്ക് മാറ്റും. അതെ, ബിസിനസ്സിലേക്ക് മാറ്റും. ഉടനെ ഒരു സിനിമ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും? അതെ, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ഫുൾ ബിസി ആണല്ലോ, ഒന്നുകിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിൽ. അപ്പൊ ഒന്നും പറയാറില്ലേ ചേട്ടാ കുറച്ച് ദിവസമൊക്കെ നമുക്ക് വേണ്ടി സമയം തരണം? പറയാനെന്ന് എനിക്കെന്റെ മൂക്കം വേണ്ടല്ലേ കഷ്ടപ്പെടുന്നത്. ചേട്ടാ എന്താ പറയാ, ചേട്ടൻ കൊണ്ടുവന്ന അങ്ങനെ ഒരു ഡ്രീം ആയിരുന്നു, ആ ഒരു സ്വപ്നമായിരുന്നു. ഇപ്പൊ ഇത് മകനിലേക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. എന്റെ മകൻ എപ്പോഴും എന്റെ സ്വപ്നമാണ്, എന്റെ എല്ലാമാണ്. വേറെ എന്ത് മകൻ ഇനി ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം? ഈ കമ്പനി ഏത് ലെവലിലേക്ക്? കമ്പനി ഡെവലപ്പ് ചെയ്യണം. അവനിപ്പം കുറെ മോശമില്ല ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. ഞാനതുകൊണ്ട് പോക്ക് കുറവാണ് ഫാക്ടറിയിലോട്ട്. മകന് വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല, അതുകൂടില്ല. ഏകദേശം ഇവർ ചെയ്യുന്നൊരു ബിസിനസ്സുമായിട്ട് നിങ്ങൾ കൺസ്ട്രക്ഷനിലാണ്, അതിന്റെ എക്യുപ്മെന്റ് സൈഡാണ് അല്ലെ? ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. പക്ഷെ എന്നിട്ടും ദീപക് പറഞ്ഞ പോലെ ആ ഒരു സമയം കണ്ടെത്തി എന്റർടൈൻമെന്റിലേക്കൊക്കെ പോകുന്നത്. ഇപ്പൊ താങ്കളും തീർച്ചയായും അതിലേക്കുള്ള ഒരാളാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു കുടുംബത്തിൽ ഇതൊക്കെ കാണുമ്പോൾ? വളരെ അഭിമാനം തോന്നുന്നു. കാരണം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം ചെറുപ്രായത്തിൽ തന്നെ അവൻ ബിസിനസ്സിൽ ഇറങ്ങി വീണ്ടും അവൻ്റെ പാഷൻ ഒരു ബിസിനസ്സിലോട്ട് വേറൊരു ഇത് പോകുന്ന പറയുമ്പോൾ വളരെ നല്ല കാര്യമാണ്. കാരണം ഈ കുട്ടികളിൽ ഇപ്പോഴേ അത് മനസ്സിൽ വരുന്നത് തന്നെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നമ്മുടെ ഈ പുതിയ തലമുറ പുതിയ ബിസിനസ്സിലേക്ക് വരാറില്ല. അതെ, പ്രത്യേകമായിട്ടും ആരും കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കുക, അവര് പറഞ്ഞ പോലെ കാനഡയിൽ പോവുക, US പോവുക, ഇന്ത്യക്ക് വെളിയിൽ പോവുക, അവിടെ ജോലി ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ കുട്ടികൾ നാളെ അച്ഛൻ 0-ൽ നിന്ന് ഹീറോ ആക്കി കൊണ്ടുവന്നിട്ട് അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായപ്പോൾ നമ്മൾ വേറെ ജോലി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ യൂത്തുകൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അത് എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ബിസിനസ്സുകാരങ്ങനെ അവരെല്ലാം കോപ്പി ചെയ്യും. ചേട്ടൻ ഒരു പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ടാണ് ചേട്ടാ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? അദ്ദേഹം പാടിയത് ഇങ്ങനെയായിരുന്നു, രാധതൻ പ്രേമത്തോടാണോ പറയൂ എന്ന് പറഞ്ഞ് നിർത്തി. ആരോടാണ് പറയാൻ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല. എന്താണ് ചേച്ചിക്ക് തിരിച്ച് പാട്ടിലൂടെ അങ്ങോട്ട് പറയാനുള്ളത്? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ?
പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. ചേച്ചി പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് ഇങ്ങനെ അല്ലെ, ഇന്നിപ്പോ UPI-ലാണ്. അപ്പൊ മോക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ടോ? അത് ഓണത്തിന് വിഷുവിന് മുമ്പേ അയച്ചു കൊടുക്കുന്ന പതിവുണ്ട്. അടുത്ത് വെച്ച് പറയും. അല്ലാതെ കൈ കൊണ്ട് കൊടുക്കല അധികം കൂടുതലും. അപ്പൊ ഈ വിഷുക്കൈ നീട്ടം മേടിക്കാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ടോ ഇവിടെ? ഇവിടെ കുറവാണ്. കുട്ടികളൊക്കെ ആരും പരിചയമുള്ളവർ നാട്ടിൽ വരും. നാട്ടില് അടുത്ത വീട്ടിലും ചുറ്റുപാടിലുള്ള കുട്ടികൾ. പക്ഷെ ആ വിഷു സമയം അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞ വിഷു സമയം നാട്ടിൽ പോകുന്നില്ല. അവിടെ പെട്ട് കഴിഞ്ഞാല് അവിടത്തെ ജോലിക്കാരനുണ്ട്, അവൻ രാവിലെ 6 മണിക്ക് തുറന്നു കൊടുക്കും. അപ്പൊ ആ ഏരിയയിലെ കുട്ടികൾ മുഴുവൻ വരുമായിരുന്നു. അന്നൊക്കെ പറഞ്ഞാല് പണ്ട് ചേച്ചി ആ ഒരു സമയത്ത് പറഞ്ഞാല് നമ്മള് ഈ വിഷു ദിവസം രാവിലെ കുളിച്ചതൊക്കെ മേടിച്ച ശേഷം അതിന് സിനിമ കാണാൻ പോവാ അല്ലെ? അങ്ങനല്ലേ? അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോവാ. ഓക്കെ. 18 വയസ്സിന് മുമ്പ് ചേട്ടൻ നാട്ടിലുള്ള സമയത്ത് എന്തായിരുന്നു പരിപാടി? ഈ വിഷു സമയത്ത് രാവിലെ ചേച്ചി പറഞ്ഞാലും കുളിച്ചു, അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു, ബാക്കി കുറെ കലാപരിപാടികൾ കാണുമല്ലോ. ജീവിതത്തോട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് കുറച്ചു കാലം. അതെ. പിന്നെ പാട്ടൊക്കെ പാടും. നമ്മള് പല കലാ ഇതൊക്കെ ഉണ്ട്. സ്റ്റേജിലൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ കെട്ടിയിട്ടൊക്കെ അന്നത്തെ കുട്ടികളുടെ പരിപാടികളുണ്ട്. ചേട്ടൻ പറഞ്ഞില്ലേ സ്ട്രഗിൾ ചെയ്താണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? അതൊരു വിഷു സന്ദേശം തന്നെ ആയിക്കോട്ടെ. ഇതെന്ന് വെച്ചാല് അങ്ങനെ പറയാനൊന്നും ഇന്ന് പറയാനും പറ്റില്ല. അത് അങ്ങനത്തെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. അതെ. അന്നേരം സഹായിക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള പട്ടിണി കിടന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചു. മനസ്സിലായി. ആ ഒരു സ്ട്രഗിൾ കഷ്ടപ്പാടുണ്ടായിരുന്നു. ആ സ്ട്രഗിൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പൊ ചേട്ടന്റെ മകനായാലും ഞാൻ ചുമ്മാ അത് അറിയാം അല്ലെ, ഒരു വെള്ളി താലത്തിൽ അവർക്ക് കയ്യിലോട്ട് കൊടുക്കുക. അതൊക്കെ ബാക്കിയെല്ലാം അവന് കിട്ടിയിട്ടുണ്ട്. അവനറിയാം ജീവിതം എങ്ങനെയാണ്. അതെ. അല്ല, അത് പഠിച്ചിരിക്കണം. ഒരു ബിസിനസ്സുകാരനല്ലേ ആദ്യം അറിഞ്ഞിരിക്കണം ആ സ്ട്രഗിളും കാര്യങ്ങളും. അച്ഛനോട് ചോദിച്ചിരുന്നോ അച്ഛൻ എങ്ങനെയായിരുന്നു ഈ ഒരു കഷ്ടപ്പാട്, അച്ഛൻ എങ്ങനെ ഇതിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു? ഇതൊക്കെ ഇടയ്ക്ക് ഓർക്കാറില്ലേ? അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ വൈഫിനോടൊക്കെ ഇതിനെ കുറിച്ച് പറയാറുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. പക്ഷെ കുറെ കഥ കേൾക്കാറുണ്ട്. അറിയാം. പക്ഷെ ഒരിക്കലും ഡിസ്കഷൻ നടന്നിട്ടില്ല ഫാമിലിയില്. പക്ഷെ അറിയാം ആ വേദന, വിഷമം ഇതൊക്കെ അറിയണം. കാരണം നമ്മുടെ പുതിയ തലമുറകൾ കണ്ടുപഠിക്കേണ്ടതും കേട്ട് പഠിക്കേണ്ടതും ഇതൊക്കെ തന്നെയാണ് അല്ലേ ചേച്ചി? അങ്ങനെ അല്ലെ, വല്ലാത്തൊരു സ്ട്രഗിൾ ആയിരുന്നു അല്ലേ ആ ഒരു കാലഘട്ടത്തിലൊക്കെ? മുഴുവൻ അറിയാം അല്ലേ? എല്ലാം എവിടുന്നെങ്കിലും ഒരു ചെറിയ സഹായം മുന്നേ കിട്ടിയതും എല്ലാം എടുത്ത് ഇപ്പോഴും പറയും. അവരുടെ കുടുംബത്തിന് ഇപ്പോഴും സഹായം തിരിച്ചു കൊടുക്കുക. കണ്ട് ആരെങ്കിലും ഒരു ചായ വാങ്ങിച്ചെന്ന് പോലും പറയും. എല്ലാം പറയും. അല്ല, ഞാൻ പറയട്ടെ, അന്ന് ചേട്ടൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. കാരണം അന്ന് സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് ഒക്കെ തുടങ്ങേണ്ട ഒരു സമയം. ഇന്നെന്ന് പറഞ്ഞാൽ ഒട്ടും സമയമില്ല അല്ലെ? ഇപ്പൊ പിന്നെ മകൻ വന്നതിന് ശേഷമാണ് കുറച്ച് വന്നതിന് ശേഷം മെയിൻ ബിസിനസ് ഒക്കെ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ആ സമയത്തൊക്കെ ടൈം ഉണ്ടായിരുന്നോ ഫാമിലിക്ക് തരാൻ വേണ്ടിയൊക്കെ? കുറവായിരുന്നു കൂടുതലും. അന്നൊക്കെയുള്ള അച്ഛനെ കണ്ടവാനും മിസ് ചെയ്യുമായിരുന്നു ഒരുപാട്. മറ്റ് കുട്ടികള് ലൈക്ക് സാറ്റർഡേ സൺഡേസ് എല്ലാം ഉണ്ടാവും. അച്ഛൻ ചില സമയം സാറ്റർഡേ സൺഡേസും അവൈലബിൾ ആയിരിക്കില്ല. ബട്ട് മിസ് ചെയ്യും. പക്ഷേങ്കിൽ അറിയാം അച്ഛൻ എന്തിനാ പോകുന്നത്. ആൻഡ് അമ്മ ലൈക്ക് she used to stand beside us. അച്ഛനായിട്ട് മീൻസ് അച്ഛൻ്റെ ആ മിസ്സിങ്ങിൽ തന്നെ അമ്മ എല്ലാത്തിനും നമുക്ക് ഒരിക്കലും ആ മിസ്സിങ് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് എന്നാലും തോന്നും മറ്റുള്ള കുട്ടികൾ പോകുന്നു. ബട്ട് അച്ഛൻ്റെ സ്ട്രഗിൾ മൊത്തത്തിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പം നമ്മൾ രണ്ടാൾക്ക് തന്നെ ഏത് സിറ്റുവേഷനിലും അതൊരു വലിയൊരു സംഭവമാണ് അല്ലെ? ഏത് സിറ്റുവേഷനും തരണം ചെയ്യാൻ സാധിക്കും അല്ലെ? എന്ത് സിറ്റുവേഷൻ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. തളർന്നു പോവില്ല ഒരിക്കലും. അങ്ങനെ വളർത്തിയതും അങ്ങനെ. അതെ. ചേച്ചി അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു തന്നെ അവർക്കല്ലേ? എപ്പോഴും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അല്ലെ എന്ത് വന്നു കഴിഞ്ഞാലും എങ്ങനെ തളരാതെ പോകാൻ അവർ പഠിച്ചിരുന്നു. അതാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ? നമ്മുടെ സ്ട്രഗിൾ, നമ്മുടെ ജീവിതം, നമ്മൾ വന്ന രീതി, നമ്മൾ വന്ന വഴി, അവരെങ്ങനെയാണ്, നാളെ എന്താകണം, അത് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർക്ക് മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും എല്ലാം വലിയൊരു ശക്തിയായിരിക്കും. ചേച്ചി പറഞ്ഞ പോലെ ഒരിക്കലും തളരില്ല. എന്ത് വന്നാലും ഈ സമയവും കടന്നു പോകും എന്നതുപോലെ തന്നെ. എന്താകണം? ഒരു ബിസിനസ് മാൻ ആവണോ? സിനിമാ നടനാകണോ? പാട്ടുകാരനാകണോ? എനിക്കൊരു റേസിംഗ് ഡ്രൈവർ ആവണം. അതെന്താണ് സംഭവം? റേസിംഗ് ഡ്രൈവർ മറ്റേ റേസ് ഓക്കെ. ഈ ഒന്ന് അതെ ദീപകെ, ഈ പിള്ളേർക്ക് ചെറിയ വയസ്സിൽ കാറ് മേടിച്ചു കൊടുക്കും നോക്കിക്കോണം. ഏറ്റവും കൂടുതൽ മേടിച്ചു കൊടുത്ത കാറായിരിക്കും അല്ലേ? അതെ. അതിന്റെ കൂടെ തന്നെ ഞാനും 2016 തൊട്ടിട്ട് ആക്റ്റീവ്ലി റേസിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്റെ നിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണ്. അടിപൊളി.
അപ്പൊ അതെ റേസിംഗ് ഡ്രൈവർ ആകാൻ പോവാ. ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടം. ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു പ്രൊഫഷൻ അവൻ എന്താന്ന് വേണ്ടെന്ന് വെച്ചാൽ അതാക്കണം ആദ്യം, എന്നിട്ട് ഈ റേസിംഗ് ഡ്രൈവർ എന്ന് പറഞ്ഞ മോനെ നമുക്ക് പൈലറ്റ് ആയാലോ? പൈലറ്റ് മേളിൽ കൂടെ അവിടെ റേസ് ചെയ്യാൻ നോക്കും. അതും ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മോസ്റ്റ്ലി ഞാൻ റേസിംഗ് അത് രണ്ടും ചെയ്യാന്നാ വിചാരിക്കുന്നത്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? നന്ദനം സിനിമയിലെ മൗലിയിൽ മയിൽപ്പിലി ആയാലോ? ഓക്കെ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോപുരമാകുന്ന ഗോപകുമാരനെ കണി കാണണം, നെഞ്ചിൽ ജനക്കുറി കണി കാണണം. ഈ വിഷു എന്ന് പറയുമ്പോഴേ എന്തൊക്കെയാണ്? വിഷു പുലരി, വിഷു കണി, വിഷു കാഴ്ച, വിഷു പക്ഷി, വിഷു കൈനീട്ടം, വിഷു അത് മെയിൻ. അതാണ് മെയിൻ. അത് ബാബുവിട്ടെന്ന് മേടിച്ചിട്ട് നമ്മള് പോകും അല്ലേ? വിഷു സദ്യ. ഓക്കെ. അപ്പൊ അങ്ങനെ വിഷു ആഘോഷങ്ങൾ നടക്കുകയാണ്. നമ്മളിപ്പം ഒന്ന് ബദലാപൂർ ആശ്രമത്തിലെത്താം. ബദലാപൂർ ആശ്രമത്തിൽ ഭാരത് കേസരി മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയാണ്. വന്ദേ ശ്രീധര തൃപ്പെരുന്നയമരും ശ്രീപത്മനാഭ പ്രഭോ. വന്ദേ ശ്രീധരി പാർവതീ പ്രിയസുതം ആചാര്യത്തെ മംഗളം. വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാനിധേ. വന്ദേ ഹൃത്തട പത്മമധ്യ സുലസൽ ആചാര്യ തുഭ്യം നമഃ. മന്നത്ത് പത്മനാഭൻ സമാധിയായത് 1970 ഏകദേശം 55 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ പ്രതിമകളെല്ലാം അനാച്ഛാദനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. എന്താണ് പെട്ടെന്നൊരു മാറ്റം? നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഇപ്പം ഏത് രീതിയിലാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്, അതിനൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. 5 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു. 15 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ആചാര്യനെ പറ്റി എല്ലാവർക്കും അറിയാം, കേരള സമൂഹത്തിന് അറിയാം. ഒരുപക്ഷെ ഭാരതീയർക്ക് തന്നെ എന്താ പറയണ്ടേ, ആചാര്യൻ ഭാരത കേസരിയാണ്, നവോത്ഥാന നായകനാണ് കേരളത്തിന്റെ. വന്ദേ ശ്രീധര തൃപ്പെരുന്നയമരും ശ്രീപത്മനാഭ പ്രഭോ. നിരവധി പ്രോഗ്രാമുകൾ ആങ്കർ ചെയ്യുന്ന ഒരാളാണ്. അത് ബോംബെയിലും ബോംബെക്ക് വെളിയിലും. ഇപ്പം കേരളത്തിൽ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ പൊങ്കാല താങ്കളാണല്ലേ അനൗൺസ് ചെയ്തത്? അതെ അതെ. ഇപ്പൊ എനിക്കൊന്ന് പണ്ടത്തെ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഹിന്ദുക്കൾ ഇതിലേക്ക് മുമ്പോട്ട് വരുന്നുണ്ട് അല്ലേ? ഈ ഒരു 18 വർഷത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സനാതന ധർമ്മത്തിന്റെ ഒരു ശക്തമായ ഉണർവ് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ബദലാപൂർ ആശ്രമത്തിലാണ് ഇന്ന്. ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു കഴിഞ്ഞു. എന്താണ് പെട്ടെന്ന് നിങ്ങളൊരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാര്യം? കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം കേരളത്തിലെ സംഭവങ്ങൾ തന്നെയാണ്. അല്ല, കേരളത്തിലെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു പ്രശ്നം തുടങ്ങുന്നത്. അത് സെക്യൂരിറ്റി പ്രശ്നമാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ അതിനെ അങ്ങനെ ഒന്നും എടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, സെക്യൂരിറ്റി പ്രശ്നം മാത്രം. സെക്യൂരിറ്റി പ്രശ്നത്തിന് അങ്ങനെയാണെന്നല്ലേ കേരളത്തിലെ ഒരു സ്ഥലത്ത് ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ലല്ലോ. പ്രധാനമന്ത്രി വരുമ്പോൾ സെക്യൂരിറ്റി കൂടുകയല്ലേ ചെയ്യുക. അതെ. അപ്പൊ അവിടെ അദ്ദേഹത്തിന് വേണ്ട സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ ചെയ്തു കൊടുക്കുന്ന ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? നമ്മുടെ വൈസ് പ്രസിഡന്റിന് വരയ്ക്കും. അതെ, അത് ഏറ്റവും ദുഃഖകരമായ സംഭവമാണ്. അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ പ്രവേശിക്കാം. കാരണം ഒരു വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 2ാമത്തെ സേനയുടെ അധികാരിയാണ്. അദ്ദേഹത്തിനെ തടയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തിന്റെ പേരിലാണെങ്കിലും അത് അത്ര സുഖമുള്ള ഏർപ്പാടാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ആസ് എ പേഴ്സണൽ ഐ നോ ഹിം. ഞങ്ങൾ ഹലോ മുംബൈ ജനം ടിവിക്ക് വേണ്ടി അദ്ദേഹം ഒരു ഇന്റർവ്യൂ എടുത്താണ്. അദ്ദേഹം ഇവിടെ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്ന സമയത്ത്. ഓക്കെ, എനിവേ ഇത്രയധികം ആൾക്കാരെ പെട്ടെന്ന് കൂട്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തല്ലോ, എന്ത് തോന്നുന്നു? ഇത് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ സ്വാമിജി എൻ്റെ ഇടയ്ക്ക് എപ്പോഴും പറയാറുണ്ട്, ഇവിടെ നമ്മുടെ കേരളയിലെ നമ്മുടെ ഹിന്ദുക്കളുടെ കൂടെ ചെയ്യുന്ന അത്യാചാരമൊക്കെ പിന്നെ മീഡിയയും നിങ്ങളുടെയൊക്കെ പോലെ ആൾക്കാരാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്.
അപ്പോൾ അതിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ഈ മന്നത്ത് പത്മനാഭൻ ഭാരത് കേസരിയുടെ ഇത് അച്ഛൻ ഇവിടെ സ്വാമിജി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ചിലപ്പോഴൊക്കെ ഇത് പറയുമ്പോൾ എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ പോലും പുഷ്പം പോലും ഇടാതെ പറ്റാത്ത നമ്മുടെ സുരേഷ് ഗോപി ഏട്ടനും പിന്നെ വൈസ് പ്രസിഡന്റും പിന്നെ ആനന്ദ് ബോസും അവർക്ക് പുഷ്പം പോലും ഇടാതെ സമ്മതിക്കാതെ നമ്മുടെ ഒരു നാട്ടിന്റെ നമ്മുടെ മണ്ണിന്റെ മന്നത്ത് പത്മനാഭന്റെ ഇത് ചെയ്യേണ്ട ദാറ്റ്സ് എ വെരി ബിഗ് ഷെയിം ഫോർ us. This is the first time in Maharashtra, or you can say outside Kerala. It is the first time outside Kerala. But hats off to Swamiji that this idea came into him and he has really showed us a way. So he's a real GPS, a guru positioning system for us. So he's giving us. ഇങ്ങനെ ഒരു അനാച്ഛാദനം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആരെങ്കിലും വിളിക്കുവോ സംസാരിക്കുവോ അങ്ങനെ ഏതെങ്കിലും? അതുവരെ ഒന്നും വന്നിട്ടില്ല. ഇതുവരെ ആരും വരാൻ പോലും they cannot come also to our end because നമ്മുടെ ഹിന്ദുക്കൾ ഇപ്പൊ പണ്ടത്തെ പോലെ ഹിന്ദു ഇല്ല. അപ്പൊ ഇവിടെ എല്ലാം പണ്ടത്തെ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ പോലെ ഇവിടെ കവളിൽ കൊടുത്ത മറ്റേ കവളിൽ അങ്ങനെയില്ല. ഇപ്പൊ നത്തുറാം ഗോഡ്സെയാണ്. ഇവിടെ കൊടുത്താൽ നല്ല ചുട്ടയ്ക്ക് കിട്ടും. അതാണ് ഇന്നത്തെ ഹിന്ദു. അങ്ങനെയാണോ സ്വാമിജി? കാലം മാറിയോ? കാലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാധീനമായിരിക്കണം മനുഷ്യ ജീവിതം. കാലത്തിനൊത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ സ്തംഭിച്ചു പോയി. അതുകൊണ്ട് സാഹചര്യങ്ങൾ ആരെങ്ങനെ വിനിയോഗിച്ചാൽ നമുക്ക് വിജയം കിട്ടും എന്നുള്ളത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് അവരവരുടെ കാര്യം അവരവർ തന്നെ തീരുമാനിക്കാനുള്ള ഒരു ലൈനിൽ പോവുക. സ്വാമിജി എങ്ങനെയാണ് ഇങ്ങനൊരു ചിന്ത വന്നത്? ഇതിനു മുമ്പ് ശ്രീനാരായണ ഗുരു, എഴുത്തച്ഛൻ അല്ലേ, എത്ര പ്രതിമകൾ ഇവിടെ ഉണ്ട് ആക്ച്വലി? ഇവിടെ ഇപ്പോ 5 പ്രതിമകളുണ്ട് ഒരിടത്ത്. പിന്നീട് മറാഠിയില് ഭാഗവതവും രാമായണവും എഴുതിയ പ്രസിദ്ധനായ ഒരു മഹാത്മാവിന്റെ ക്ഷേത്രം ഇവിടെയുണ്ട്. അവിടെ എല്ലാ ദിവസവും മറാഠി രാമായണം വായിക്കും. കാരണം മലയാള രാമായണം എഴുതി ആ രാമായണം വായിച്ച് ജീവൻ മുക്തരായ 2 ഗുരുക്കന്മാരാണ് എൻ്റെ ഗുരു ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദനും. അപ്പം അദ്ദേഹത്തിന് അതിന് പ്രേരിപ്പിച്ച രാമായണം എഴുതിയ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് പോലും വയ്ക്കാൻ സമ്മതിക്കാത്ത വിധം സെക്കുലാറിസം അങ്ങനെ വർദ്ധിപ്പിക്കുകയും ആ സെക്കുലാറിസം ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാവുകയും ചെയ്യും എന്ന് പറയുമ്പോൾ കാലത്തിൻ്റെ പോക്കനുസരിച്ച് നാം കണ്ണു തുറന്നില്ല എന്നാണ് അർത്ഥം. കണ്ണു തുറക്കണം. ഇങ്ങനൊരു പ്രവാസികൾ ഇങ്ങനൊരു തുടക്കം കുറിക്കും അജയേട്ടാ, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഇത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചെയ്യാമായിരുന്നു. പക്ഷേ എങ്കിലും ആരും ഇവിടെ ശ്രമിച്ചില്ല. അതിന് സ്വാമിജി മുൻകൈ എടുത്തതിൽ നമ്മൾക്ക് അതിയായ അഭിമാനമുണ്ട്. പ്രവാസി മലയാളികൾക്ക് വലിയൊരു അഭിമാനമാണ്. ഇതേപോലുള്ള നവോത്ഥാന നായകന്മാരെ പുറം ലോകം അറിഞ്ഞില്ല, പിന്നെ ആരെ അറിയാൻ പറ്റുക? അവർ തീർച്ചയായിട്ടും അത് അറിയേണ്ടത് വളരെ അത്യാവശ്യം സ്വാമിജി ചെയ്ത് വളരെ വലിയൊരു കാര്യമാണ്. ഈ അടുത്തത് ഒന്ന് ഡൽഹിയിലാണ് വരാൻ പോകുന്നതാണ് കേട്ടത്, ഒരു പ്രതിമ. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ ജനം TV MD സ്കൂളിൽ പോയിരുന്നു, സായി കൃഷ്ണ സ്കൂൾ. അവിടെ അദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ, അതായത് ഇതുവരെയ്ക്കുമുള്ള, അതായത് സമാധിയാവുന്ന സമയത്തുള്ള കഥ വഴി എഴുതിയിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, മന്നത്ത് പത്മനാഭനായിക്കോട്ടെ, ചട്ടമ്പി സ്വാമികളാവട്ടെ, എല്ലാവരും പ്രതിമകളും വെച്ചിട്ടുണ്ട്. അവരുടെ ഭിത്തികളില് അവരുടെ ഫുൾ ചരിത്രം അതിൽ ആ ഭിത്തിയില് ഉണ്ട്. കേരളത്തിലെ സ്കൂളിൽ പോയി കാണേണ്ടതാണ് അദ്ദേഹത്തിന്റെ ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലം. തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ നമുക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്കില്ല. ഇപ്പം ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ മന്നത്ത് പത്മനാഭനെ ഒരു സമുദായത്തിന്റെ ആചാര്യനായിട്ട് മാത്രമാണ് മുദ്രകുത്തി വെച്ചിരിക്കുന്നത്. അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ പാഠ്യവിഷയം പോലും അല്ല. കാലഘട്ടം മുഴുവൻ മാറി. ആ പഴയ കാലത്ത് ചരിത്രം മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളും ഇത് വെളിയിൽ വരരുതെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ മറന്നീക്കി പുറത്തു വരികയാണ്. ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പൊ നാട്ടിലുള്ള NSS, ഇപ്പൊ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞത്. ആ NSS കേരളത്തിൽ മാത്രമാണ്, അത് കേരളത്തിന് വെളിയിലില്ല. കേരളത്തിന് വെളിയിലുള്ള NSSന്റെ അവരുടെ ഭരണഘടനയൊക്കെ വേറെയാണ്. ആർക്കും എപ്പോഴും ഒരു NS തുടങ്ങാം. പക്ഷെ ഇവിടുത്തെ എല്ലാ നായന്മാരും അവരുടേതായ ഒരു ഭരണഘടന ഉണ്ടാക്കി മുമ്പോട്ട് പോവാണ്. അപ്പോൾ കേരളത്തിൽ മാത്രം നായര് മതി എന്നൊരു ചിന്താഗതിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതിനോടൊരു മാറ്റം വരേണ്ടത് ആവശ്യമല്ല. അല്ല, അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന്റെ ഭരണഘടന അനുസരിച്ച് അത് കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കാനേ NSSന് സാധിക്കുന്നു. അന്നത്തെ ചിന്താഗതിയാവാം, അതിനൊരു മാറ്റം വരുത്താം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തതുപോലെ തന്നെ തീർച്ചയായിട്ടും മാറ്റം വരുത്തണം. ഇപ്പം കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ
ഭാരത് എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഇത് വ്യാപിക്കാൻ സാധിക്കണം. ഹിന്ദു ഇനി തളർന്ന ഹിന്ദു ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഹിന്ദു ഈസ് എ ഡിഫറെന്റ് ഹിന്ദു. तुम गाल दोगे हम दूसरा गाल फोड़ देंगे, ऐसा है हिंदू. എന്ത് സന്ദേശമാണ് സ്വാമിജി നമ്മുടെ തലമുറയ്ക്ക്, പുതിയ വരാൻ പോകുന്ന തലമുറയ്ക്ക് എല്ലാ ആൾക്കാർ കൊടുക്കാനുള്ളത്? പ്രധാനമായിട്ട് വലിയ കാര്യമൊന്നും പറയണ്ട. അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് ഒഴുകുന്നു. ഉടനെ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഞങ്ങളതൊന്നും ചെയ്യാറില്ല, ഞങ്ങൾ മോഡേൺ ആണ് എന്ന് പറയുന്നു. ആ കുട്ടി അച്ഛനോട് പറയുന്ന ഒരു സിഗരറ്റ് എടുത്തുകൊണ്ട് ഒന്ന് കത്തിച്ച് എന്ന് പറയുമ്പോൾ വേഗം മറ്റുള്ളവരുടെ മുന്നിൽ ഇയാൾ ചെറുതായതുപോലെ തോന്നും. അത് തോന്നുന്നതുകൊണ്ട് അവനിലുള്ള സംസ്കാരം അവൻ്റെ കുട്ടിക്ക് കൊടുത്തില്ല. നേരെ കുറിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കാലിത്തൊട്ട് തൊഴുകുന്ന സംസ്കാരം പഠിച്ചാൽ ഈശ്വരൻ ആരാണ് എന്ന് മനസ്സിലാവും. കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് ഗിവ് യു കൾച്ചർ. കൾച്ചർ യു ലാസ്റ്റ് യുവർ ലൈഫ്. യെസ്, അത് തന്നെയാണ്. എന്തെങ്കിലും നമ്മുടെ സംസ്കാരവും പൈതൃകവും എല്ലാം നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകേണ്ടത് ആവശ്യമാണ്. ആ സംസ്കാരവും പൈതൃകവും പകർന്നു നൽകാനുള്ള പുതിയ ചുവടുവെപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു അധ്യായമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. thehelloMumbai@gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഇപ്പൊ നമുക്ക് പിന്നെ കാണാം. ഫിർമിലേക്ക് ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ.